വിശുദ്ധ പുരുഷൻ്റെ താഴ്ത്തൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എസ്രാ ദേവാലയത്തിൽ നിലത്ത് വീണ് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി അവർ കഠിനവ്യതയോടെ വിലപിച്ചു. പുരോഹിതൻ എസ്രാ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു: നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിൻ്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. സമൂഹം മുഴുവൻ അത് സമ്മതിച്ചു. അർത്താക്സസ് രാജാവിൻ്റെ പാനപാത്രവാഹകനായ നെഹമിയ തൻ്റെ പിതാക്കന്മാരുടെ നഗരമായ ജെറുസലേമിലേക്ക് പോകാൻ അനുമതി ലഭിക്കുന്നതിനു വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവെ, ഈ ദാസൻ്റെയും അവിടുത്തെ നാമമുണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് എന്ന് വിജയമരുളണമേ. ഈ മനുഷ്യൻ എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. നെഹമിയ 1-ാം അധ്യായം 11-ാം തിരുവചനം. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം നെഹമിയ രാജാവിനോട് പറഞ്ഞു: രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ, എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദയായിലേക്ക് അയച്ചാലും. രാജാവ് നെഹമിയയെ യാത്രയ്ക്കായി അനുവദിച്ചുവെന്ന് മാത്രമല്ല, ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും ആവശ്യമുള്ള തടി നൽകുന്നതിനും കൽപ്പിച്ചു. നെഹമിയ ജെറുസലേമിലെത്തിയപ്പോൾ ജെറുസലേമിൻ്റെ പണ്ട് തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവൻ ഇസ്രായേൽക്കാരോടായി പറഞ്ഞു: നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തിനശിച്ച് കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത്. പ്രധാന പുരോഹിതനായ എലിയാഷബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. ചെറിയക്കോക്കാരും മറ്റു പലരുമായി മതിൽ പുനരുദ്ധാരണം നടക്കുന്നതിനിടയ്ക്ക് അമോന്യരുടെയും മറ്റെതിരാളികളുടെയും പരിഹാസവും എതിർപ്പും സഹിക്കേണ്ടി വന്നു. നെഹമിയയ്ക്കെതിരെ ഗൂഢാലോചനകളും നടന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.